എത്രയൊക്കെ തന്നെ സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇസ് ഓൾ അബൌട്ട് മാനേജിങ് ആർ ഇമോഷൻസ് അല്ലേ. അപ്പോൾ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് എപ്പോഴാണ് കുറച്ച് വലുതായിട്ട് ട്രേഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ മിണ്ടാതിരിക്കേണ്ടത്, എപ്പോഴാണ് നമുക്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്ന് തോന്നേണ്ടത്, അങ്ങനെയുള്ളൊരു അവസാനത്തെ മോഡ്യൂളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇൻ ട്രേഡിംഗ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ knowing when to go big in the market, knowing when to stay idle, knowing when to let it run. ഈ കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് ഇൻ എ റൈറ്റ് മൈൻഡ് സെറ്റ്, ഇഫ് യു ആർ നോട്ട് ഇൻ എ റൈറ്റ് പൊസിഷൻ, നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് ഇറാഷണലി തിങ്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇമോഷൻ നിങ്ങളുടെ മൈൻഡിൻ്റെ അകത്തുണ്ടെങ്കിൽ അടുത്ത ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക. സോ ദാറ്റ് അന്നത്തെ മാർക്കറ്റിൽ പ്രോഫിറ്റ് എത്ര തന്നെ വന്നാലും അന്നത്തെ ലോസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മേക്ക് ഷുവർ സൈക്കോളജിക്കലി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡ്യൂളിലേക്ക് കടക്കുകയാണെങ്കിൽ ദീസ് ആർ ആർ ട്രേഡിംഗ് റൂൾസ്, റൈറ്റ്. അപ്പോൾ ഈ ട്രേഡിംഗ് റൂൾസ് എല്ലാം നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ എക്സിക്യൂട്ട് മാക്സിമം ഓഫ് 3 trades per day. അപ്പോൾ 3 ട്രേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കഴിഞ്ഞു, ഇന്ന് 3 ട്രേഡ് മതി. ഇത് ഐ വോണ്ട് ടു ബി ഇൻ ദിസ് ഗെയിം ഇൻ എ ലോങ് റൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ട്രേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രേഡ്സ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. ഈച്ച് ട്രേഡ് ഇൻവോൾവ്സ് 3 ലോട്ട്സ്. അപ്പോൾ പൊസിഷൻ സൈസിങ് 3 ലോട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു എൻട്രി ട്രേഡിൻ്റെ എൻട്രി കൊടുക്കുന്ന സമയത്തും സ്റ്റോപ്പ് ലോസിനടുത്തേക്കും ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെ എൻട്രി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 6,000 rupees ഇൻക്ലൂഡിങ് ദ ബ്രോക്കറേജസ്. അപ്പോൾ 3 ലോട്ട് എടുത്തു, ഒരു എൻട്രി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്. 40 പോയിൻ്റ് ഇൻറ്റു 3 ലോട്ട് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ 1,800 rupees നിങ്ങൾക്ക് അവിടെ ലോസ് ആകും. അങ്ങനെ 3 ലോട്ട്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ ഒരു ലൂസിങ് സ്ട്രീക്കിൽ വരികയാണെങ്കിൽ 5,400 രൂപയും ടാക്സും സ്ലാബും ബ്രോക്കറേജും എല്ലാം കഴിഞ്ഞതിന് ശേഷം 6,000 രൂപ നിങ്ങൾക്കൊരു ലോസ് വരാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമുണ്ട്. അപ്പോൾ അത് റിസ്ക് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. 6,000 rupees ലോസ് യൂസിങ് എ 1 lakh ക്യാപിറ്റൽ ഇറ്റ് സെൽഫ് 6% ഡ്രോ ഡൗൺ ആണ്. ഈ ഡ്രോ ഡൗൺ 6% വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും കോൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ ലൂസിങ് സ്ട്രീക്കിലേക്ക് പോകുമ്പോൾ യു വിൽ ഡു വാട്ട് എവർ ദ തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. അങ്ങനെ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതില്ലാതെ 3 ട്രേഡ് നിർത്തുകയാണെങ്കിൽ ആ 3 ട്രേഡിനെ തന്നെ ഒന്നുകൂടെ സ്ട്രാറ്റജൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രേഡ് വിന്നിങ് ആണെങ്കിൽ മാത്രം സെക്കൻഡ് ട്രേഡ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടൈം ഫ്രെയിംസിനെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒരു ടൈം ഫ്രെയിം അവിടെ സ്കിപ്പ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് 3 ട്രേഡിലെങ്കിലും അന്നത്തെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ലോസിനെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഈ 3 ട്രേഡും ലോസ് ആണെങ്കിൽ വൈൻഡ് ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റിൽ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു കാര്യം വൈൻഡ് ഓഫ് ചെയ്ത് അന്നത്തെ ട്രേഡിംഗ് വൈൻഡ് ഓഫ് ചെയ്യുക. ഓക്കെ, ഐഡിയലി ട്രേഡ് 1 trade per zone, ടൈം സ്ലോട്ട് 3 trades per day. അപ്പോൾ എന്താണ് ടൈം സ്ലോട്ട്സ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഗോ ബാക്ക് വി ഹാവ് 6 ടൈം സോൺസ് ഫോർ ദിസ് എൻട്രി. ഈ ഒരു എൻട്രി ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ആവുന്ന 6 ടൈം ഫ്രെയിംസ് ആണ്. മോർണിംഗ് 9 AM to 10:30, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10:30 വരെയാണ് ആദ്യത്തെ ഈ ഒരു ടൈം ഫ്രെയിം. രണ്ടാമത്തെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 11:20 to 11:40 ആണ്. തേർഡ് 12:20 to 12:40, 1:15 to 1:45, 2:20 to 2:35 and 2:50 to 3:20. അപ്പോൾ ഈ ഒരു ഓർഡറിലുള്ള ഈ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് മാക്സിമം ലെറ്റ്സ് സേ 11:20 to 11:40, 12:20 to 12:40 and 2:50 to 3:20 ഈ 3 ടൈം ഫ്രെയിം തന്നെ എന്തായാലും ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാരണം അവിടെ കൂടുതലും മോസ്റ്റ് പ്രോബബ്ലി നല്ലൊരു മൂവ്സ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 3 ടൈം ഫ്രെയിം കിട്ടി, വിച്ച് ഇസ് 9 to 10:30 ആൻഡ് 1:15 to 1:45, 2:20 to 2:35. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്കൊരു എൻട്രി ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ്, 3 സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഹാമർ സക്സസിലും ഹാമർ ഫെയിലിയറിലും മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ്
റെസ്പെക്ട് ദ സ്റ്റോപ്പ് ലോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഒരു കോൾ സൈഡ് എൻട്രി എടുക്കുന്ന സമയത്ത് പുട്ട് സൈഡിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ആ പുട്ട് സൈഡിലുള്ള സ്റ്റോപ്പ് ലോസ് റെസ്പെക്റ്റ് ചെയ്യുന്നത് വരെ ആ ട്രേഡിനെ റൺ ആക്കി വിടുക. ഈവൻ ഇറ്റ് ക്യാൻ ഹിറ്റ് ദ സ്റ്റോപ്പ് ലോസ്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ട്രേഡിംഗ് ഇസ് എ റിസ്കി ബിസിനസ് അല്ലേ. എവറി സിംഗിൾ ട്രേഡ് ഇസ് എ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസ്കിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം എൻട്രീസ് എടുക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് യു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി, അല്ലെങ്കിൽ മച്ച് മോർ യുനോ പ്രിസൈസ് ആയിട്ടുള്ള എൻട്രീസ് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഹാമർ സക്സസിലും ഹാമർ ഫെയിലിയറിലും മാത്രം എൻട്രി എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെൻ ടു ഗോ ബിഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു ആർ ഡൺ വിത്ത് 3 സ്കാൾപ്പിങ്സ്, 3 സ്കാൾപ്പിങ്ങും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്, റൈറ്റ്? ആ 3 സ്കാൾപ്പിങ്ങും നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ള ഒരു ദിവസം ഒരു സ്കാൾപ്പിങ്ങിൻ്റെ പ്രോഫിറ്റ് റിസ്ക് ചെയ്തുകൊണ്ട്, അതായത് 1800 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2000 പോയിൻറ്റ്സ് 40 പോയിൻറ്റ് നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് വിത്തിൻ 1:1 തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ സ്കാൾപ്പിംഗ് റിസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ ബിഗ്. ആ ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ അവിടെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ഒരു എറ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വെൻ ടു സ്റ്റേ ഐഡിൽ. നിങ്ങളൊരു നല്ലൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്ത് നിൽക്കുകയാണ്. ആ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് സ്മോൾ സ്കാൾപ്പിംഗ് ട്രേഡ്സ്. ആ ട്രേഡുകൾ ഒഴിവാക്കി മാറ്റുക. ബിക്കോസ് വൺസ് എ മൊമെൻറ്റം ട്രേഡ് ഇസ് ഡൺ, ഓൾവേസ് ഇൻ ദ മാർക്കറ്റ് ഇൻ ദ പാസ്റ്റ് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ആവാനും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ആവുന്നുണ്ടെങ്കിൽ പോലും കുറേ സമയം എടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ടൈമിൽ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക, സ്റ്റേ ഐഡിൽ ഇൻ ദ മാർക്കറ്റ് ആൻഡ് വെൻ ടു ലെറ്റ് ഇറ്റ് റൺ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തു. ആ മൊമെൻറ്റം ഇൻട്രാഡേ ആവാനും പൊസിഷണൽ ആവാനുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ, 3 ലോട്ടാണ് എൻട്രി ചെയ്തിട്ടുള്ളതെങ്കിൽ 2 ലോട്ട് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള 1 ലോട്ട് റൺ ചെയ്ത് വിട്ട് നോക്കുക എല്ലാ ട്രേഡുകളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ റൺ ചെയ്യുന്ന പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഇഫ് ഇറ്റ്സ് നോട്ട് സ്കാൾപ്പിംഗ് ട്രേഡ്, സ്കാൾപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അവിടെ തന്നെ ബുക്ക് ചെയ്യുക. ഒരു മൊമെൻറ്റം മുതൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ട്രേഡും മൊമെൻറ്റവും റൺ ചെയ്ത് വിട്ട് 2 ലോട്ട് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള 1 ലോട്ട് ഹോൾഡ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ മോഡ്യൂൾസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ മോഡ്യൂൾസ് ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും 3 പോസിബിളി 1 മോഡ്യൂളിൽ തന്നെ നിങ്ങൾക്കൊരു 1 വെബിനാറിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ ദ 1 വെബിനാർ. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം 3 വെബിനാർസ് വരെ ഐ ക്യാൻ സപ്പോർട്ട് യു വിത്തിൻ ദിസ് ലേണിംഗ് ജേർണി, ഒരു 21 ഡേയ്സിൻ്റെ ലേണിംഗ് ജേർണി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരാൾ ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ചെയ്യുന്ന ഷെയറിലൂടെ ആദ്യത്തെ 50 യൂസറാണ് നിങ്ങളെങ്കിൽ ആ യൂസറിന് ദർ ഇസ് സംതിങ് ബിഗ് ഗിഫ്റ്റ് ഇസ് അവൈറ്റിംഗ്. അപ്പോൾ അതുകൂടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ദാറ്റ് നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പെൻസസ് അറ്റ്ലീസ്റ്റ് ഒരു 40 to 70% റിട്ടേൺസ് നിങ്ങൾക്ക് തരാനുള്ള, അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ വാല്യൂ ഒരു 40 to 70% നിങ്ങൾ പേ ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്നും റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വെൻ യു ഷെയർ വിത്ത് സംബഡി എൽസ്. സോ വിഷ് യു നത്തിങ് ലെസ് ദാൻ സക്സസ് അഹെഡ്. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളെല്ലാം അടുത്ത വെബിനാറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം.